എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ.സി. ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ്. കടമക്കുടി ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രികയാണ് തള്ളിയത്. നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണച്ചത് ഡിവിഷന് പുറത്തു നിന്നുള്ളവരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയിരിക്കുന്നത്. പ്രതികരണമുണ്ട്, അതാദ്യം. 26 കടമക്കുടി വനിതാ സംവരണ വാർഡിൽ 4 കാൻഡിഡേറ്റ്സിന് 11 നോമിനേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 3 നോമിനേഷൻസ് റിജക്ട് ആയി, 8 നോമിനേഷൻസ് ആണ് അക്സെപ്റ്റ് ആയിട്ടുള്ളത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് കടമക്കുടി ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ അഡ്വക്കേറ്റ് എൽ.സി. ജോർജിന്റെ നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എൽ.സിയെ പിന്തുണച്ച വ്യക്തി ആ ഡിവിഷനിൽപ്പെട്ട ആളല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇന്നിപ്പോൾ നടന്ന സ്ക്രൂട്ടനിങ്ങിൽ ഈ ഒരു പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ഇതിനെതിരെ അപ്പീൽ പോകാനാണ് ഇപ്പോൾ ഈ നേതൃത്വത്തിന്റെ UDF നേതൃത്വത്തിന്റെ തീരുമാനം. ഇത് നേരത്തെ പരിഗണിച്ചില്ല ഒരു ശ്രദ്ധയിൽപ്പെട്ട കാര്യമില്ലായിരുന്നു. അഡ്വക്കേറ്റ് എൽ.സി. ജോർജ് നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. വളരെ പരിചയസമ്പന്നയായ ഒരു ജനപ്രതിനിധിയാണ്. ഒരിക്കലും അവർ മനസ്സ് കൊണ്ടുപോലും അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാരണം ഇവിടെ വന്ന് സ്കൂട്ടനിങ് ചെയ്തപ്പോൾ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ ആ 2 പേരും പറഞ്ഞത് ഇതൊരു കുഴപ്പമൊന്നുമില്ല, എങ്കിലും വല്ല കറപ്ഷൻ ഉണ്ടാകുന്ന നോക്കാൻ പറഞ്ഞു. കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോഴും കമ്പ്യൂട്ടറിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ പോകുന്നതിന് ശേഷമാണ് ഒരാളിങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചു. ഇങ്ങനെ വേറെ ഡിവിഷനിലെ ഒരു വാർഡിൽ നിന്നുള്ള ആൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവരപ്പോൾ തന്നെ ഇത് ചേഞ്ച് ചെയ്തു. 2:30 മണിക്ക് അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രണ്ടിൽ നിന്ന പോലീസുകാരനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. കളക്ടറെ റൂമിലേക്ക് ചേംബറിലേക്ക് കടത്തിവിട്ടില്ല. ഈ കളക്ടർ വന്നപ്പോഴും ഈ പറയുന്ന വൈസ് പ്രസിഡന്റിന് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് അകത്തേക്ക് പോയത്. അപ്പോൾ ഈ കളക്ടർക്ക് ഇതെന്താ സംഭവം എന്നറിയില്ല. കളക്ടർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതാണ് 3:15. പക്ഷേ അതിന് ഞങ്ങൾ അപ്പീൽ പോകും. കാരണം അവിടെ CCTV നോക്കിയറിയാം, കൃത്യസമയത്ത് 2:30 മണിക്ക് അവരവിടെ വാദിക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഈ കളക്ടർ ചേംബറിന് മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു ഇതാണ്. സുജയ് എഡ്വേർഡിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.